ഹലോ ഗൈസ്, നമുക്ക് കഴിഞ്ഞ ദിവസം രണ്ട് കുഞ്ഞൻ വാള കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ വെള്ളച്ചാട്ടത്തിൽ വെള്ളം വറ്റിയതിന് ശേഷം നമുക്ക് ഈ വക മീനൊന്നും കിട്ടിയിട്ടില്ല. ഇതിന്റെ പുറകെ പണിപ്പെട്ട് ആരും നടന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ടൈപ്പ് മീനൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ഭൂമിക്ക് താഴെ അവക്കൊന്നിനെയും പേടിയില്ല. സത്യം പറഞ്ഞ ഒരു അമ്പിളിമാവനെ കണ്ട പുള്ളിക്കാരി അവിടെ തീരും. ആദ്യം കിട്ടിയാലും ഒരു മുതുക്ക് വാള ഇങ്ങോട്ട് എടുത്ത് ഒരൽപ്പം ചാമ്പലിട്ട് നന്നായിട്ട് പുതഞ്ഞങ്ങ് വയ്ക്കും. ഇവൻ അഥവാ ചാടിപ്പോയാലും പരിസര പ്രാന്ത പ്രദേശങ്ങളിൽ കിടക്കണമല്ലോ. ആദ്യം തന്നെ അവന്റെ പുറം പൊളിക്കാനുള്ള പരിപാടി ഒന്ന് തുടങ്ങി. സത്യം പറഞ്ഞാൽ ഇങ്ങനെ മീനൊക്കെ ഞാൻ തിന്നുന്നത് മാമൻ പിടിച്ചു തരുമ്പോഴാണ് കേട്ടോ. മാമൻ ഇതിന്റെയൊക്കെ ഒരു തലാന്ന് തന്നെ പറയും. ആടെ കയ്യിലില്ലാത്ത വലയും കാര്യങ്ങളും ഒന്നുമില്ല. എന്നാൽ ആളിപ്പോ സ്ഥലത്തും ഇല്ല. പണ്ടൊക്കെ ഇവിടെ അവധിക്ക് വരുന്ന ടൈമിൽ നമ്മുടെ പ്രധാന ഭക്ഷണങ്ങളിൽ ഒന്നായിരുന്നു കേട്ടോ ഇത്. പിന്നെ കഷ്ടപ്പെട്ട് അവനെ അങ്ങോട്ട് പിടിച്ചു നിർത്തി വലിച്ചുരിച്ചതിന് ശേഷം ഉള്ളത് വെച്ച് ഓണം പോലെ എന്നൊരു മൈൻഡ് സെറ്റോട് കൂടി ഞാൻ അവനെ മൂന്നായിട്ട് അങ്ങ് കണ്ടിച്ചു. ഈ പരിപാടിക്ക് തുറക്കം കുറിക്കുമ്പോഴേ എൻ്റെ മൈൻഡിൽ പൊരിക്കണം എന്നൊരൊറ്റ ചിന്തയുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പരിപാടിക്ക് നിന്നത് പോലും. മസാലയും പുരട്ടി ഞാൻ അവനെ അങ്ങ് അടുപ്പിക്കയറ്റിയതിന് ശേഷം ആദ്യം ഞാൻ ഒരു രണ്ട് വാളയും കൊണ്ടാണല്ലോ തുടങ്ങിയത്. അതിലൊരുത്തന്നെ ഞങ്ങൾ റിലീസ് ചെയ്തു കേട്ടോ. പ്രാവശ്യം വേനലൊരൽപ്പം കടുത്ത സമയത്ത് തോട്ടിന്റെ സൈഡിലായിട്ട് കുഞ്ഞൊരു കുളം കുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അതിൽ കൊണ്ടുപോയി അവനെ ഒന്ന് റിലീസ് ചെയ്തിട്ട് തിരിച്ച് വീട്ടിലോട്ട് അങ്ങ് കയറിപ്പോയി. ആദ്യം ചപ്പാത്തി ഉണ്ടായിക്കൊണ്ടിരുന്ന സമയത്താണ് നമുക്ക് വാള കിട്ടിയത്. അതുകൊണ്ട് ചപ്പാത്തിയിലൂടെ കുറച്ച് ഫ്രൈ ആക്കി അവനെ ഞങ്ങളങ്ങ് അകത്താക്കി.